ഹലോ, നമസ്കാരം. കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇവിടെ പുട്ടും മുട്ടക്കറിയുമാണ്. അതിന് പുട്ടിനുള്ള പൊടി ഞാൻ വറുത്ത് ഇങ്ങനെ അത് നനച്ചുകൊണ്ടിരിക്കുക. പൊടി നനച്ച് മുട്ട അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് എനിക്ക് എല്ലാം തണുപ്പാണ്. ഇവിടെ തണുപ്പാണ്, തറയിലൊന്നും ചവിട്ടാൻ വയ്യ. ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ അത് പൊടി നനച്ചുകൊണ്ടിരിക്കുക. ഞായറാഴ്ചയല്ലേ, എല്ലാവരും താമസിച്ചാണ് എണ്ണീച്ചത്. അപ്പം പുട്ടുമൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. മുട്ടക്കറി വെക്കാൻ പോവാം. ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. പുട്ടും മുട്ടയും വായുന്ന കടുകിട്ട് കൊടുക്കാം. ഇച്ചിരി ഇഞ്ചിയും പച്ചമുളക്, നല്ലപോലെ ഒന്ന് വാടട്ടെ. അതിൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അതെ കണ്ട രണ്ട് ചെറിയ തക്കാളിക്ക് അവിടെ ഇട്ട് കൊടുക്കാം. ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് വാടണം. അപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. അതിനകത്തൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മസാലപ്പൊടി. ഇവിടെ പൊടിച്ച പൊടിയാണ്. അത് ഇത്രയും നിർത്തിയിട്ട് ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. മുട്ട തിളച്ച് റെഡി ആയിട്ടുണ്ട്. ശകലം ചാറ് വേണമല്ലോ, പുട്ട് കഴിക്കാനല്ലേ. അത് മുട്ടയോടെ പെരട്ടി വെച്ച് പുട്ട് കൂടെ പിഴുങ്ങാം. വെള്ളം തിളക്കട്ടെ. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ട് പുഴുങ്ങാൻ പോവാണ്. വെള്ളം അടുപ്പ് വെച്ച് തിളച്ചിട്ടുണ്ട്. അത് ശകലം തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ട് വേകട്ടെ. പുട്ടുതാ പുട്ട് വേണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി പുട്ടും കൂടെ പുഴുങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ. സമയം ഒരുപാടായി. എല്ലാവരും കഴിക്കാൻ. എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഉള്ളതെന്ന് അറിയത്തില്ല. ഞങ്ങൾ കഴിക്കാൻ പോവാം. മുട്ടക്കറിയും പുട്ടും അടിപൊളിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.